Pro-Culina's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. ഒരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണി. മുട്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർക്കൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന നാടൻ ഭക്ഷണമാണെങ്കിലും അല്ലാതെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ ബോറടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം. അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഒരു 3 മീഡിയം ലെവലിലുള്ള 3 ഉള്ളി സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് അത്രയാണ് കേട്ടോ നമ്മളിതിനകത്ത് എടുക്കുന്ന വെജിറ്റബിൾ എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മളിതിനകത്ത് ഓൾ സ്പൈസസ്, കുറച്ച് കറുകപ്പട്ട, 2 ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ, അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുവാണേ. ഇതിനകത്ത് നമ്മൾ ഈ ഒരു 4 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്കുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഉള്ളി നമ്മൾ ഇതിനകത്തേക്ക് എടുത്തതിന് ശേഷം ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കുന്ന ഉള്ളി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത് ചെയ്തെടുക്കാനാണ്, വറുത്ത് കോരി എടുക്കാനാണ്. കാരണം നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. ഈ നീളത്തിൽ ഇത് അരിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരണത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊന്നും അല്ല ബിരിയാണി ഉണ്ടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഒരു സവാള, നെയ്യ് ഇട്ടാൽ നല്ലതാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലൊന്നും ഇത് വറുത്ത് കോരുമൊന്നും ചെയ്യരുത്. കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ, ഇതൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ബിരിയാണി ഒന്നും എന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സോ നമ്മളൊരു ഉള്ളി നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഇതുണ്ടോ ഇത് വെജിറ്റബിൾ ചോപ്പർ. നമ്മൾ ഓൺലൈനിൽ എപ്പോഴും കാണാറില്ല, എല്ലാവരും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കാണാറില്ലായിരിക്കും ഈ വെജിറ്റബിൾ ചോപ്പർ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ട് മേടിച്ചാൽ, പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ എത്ര യൂസ്ഫുള്ളെന്ന് ഓർത്തിട്ട് മേടിച്ചൊന്നും അല്ല കേട്ടോ. പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വെച്ചു 2 ഉള്ളി, സവാള ഉള്ളി ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇടണം. അതിനുശേഷം ബ്ലേഡ് ആദ്യം ഇട്ടിട്ടായിരുന്നു കേട്ടോ ഇടേണ്ടത്. പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേറെ സെപ്പറേറ്റ് നമ്മൾ ഇത് ചെയ്യുന്നില്ല, അരയ്ക്കുകയോ അല്ലെങ്കിൽ അത് ചതയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളുടെ വെജിറ്റബിളൊക്കെ എത്രത്തോളം ഇതായിട്ടുണ്ടെന്നുള്ള കാര്യം. നമ്മൾ നിർത്തി അതിനുശേഷം നമ്മളൊന്ന് തുറന്നു നോക്കി. കണ്ടോ, വളരെ നന്നായിട്ട് തന്നെ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഞാൻ തോരനൊക്കെ ഉണ്ടാക്കിയപ്പോഴേ ഈവൻ കപ്പങ്ങയാണെങ്കിൽ പോലും ഭയങ്കര നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും മേടിക്കാൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മേടിക്കാൻ ധൈര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആ ഒരു പ്രൈസിന് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അരി എന്താണ്, ചിലരുടെ കയ്യിൽ ജീരകശാല റൈസ്, അല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ്, നമ്മൾ നോർമൽ റൈസ് അല്ലാതെ എന്ത് റൈസാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജീരകശാല റൈസാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് 3-4 പേർക്കുള്ള അരി നമ്മൾ ഇടുക. അത് നമ്മളുടെ കണക്കനുസരിച്ച് നമ്മളുടെ അരികൾ ഇട്ടുകൊള്ളുക. ഒരു 4 ഫാമിലിക്ക് ഒരു 3 ഗ്ലാസ്സൊക്കെ ഇനഫാണ് കേട്ടോ. കാരണം നമ്മളിതിനകത്ത് ഇത് കൂടുതൽ ആവശ്യമില്ല. നമ്മൾ ജീരകശാല റൈസും എടുത്തു. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മളുടെ ഇന്നത്തെ ബിരിയാണി റെഡിയാക്കാനായിട്ട് പോവാം. ഞാൻ ഓൾറെഡി മുട്ട വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചിലത് കുക്കറിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുക്കറിൽ യൂസ് ചെയ്യുന്ന ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ വലിയ പാത്രം കിട്ടാൻ അവൈലബിൾ അല്ലെങ്കിൽ കുക്കറിൽ യൂസ് ചെയ്യണം. കുക്കറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വിസിൽ, അതിൽ കൂടുതൽ അടിക്കരുത്, ഒരു വിസിൽ കൂടുതൽ അടിക്കാനായിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന എൻ്റെ ചെറിയൊരു ഉരുളിയിലാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് സ്പേസും ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കുക്കിംഗ് സെക്ഷനിലേക്ക്. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു
ചെറിയ ഉരുളി വച്ചിട്ടുണ്ട്. ശേഷം ചൂടാവട്ടെ. ഉരുളി ചൂടായതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് ഡാൽഡ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുക്കിംഗ് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഡാൽഡ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ഡാൽഡ യൂസ് ചെയ്തു. അതിനൊരു നല്ലൊരു മണം വരണമെന്നുണ്ടെങ്കിൽ ഡാൽഡയ്ക്ക് ആ ഒരു സ്മെല്ലിനേക്കാളും കൂടുതൽ കുറച്ച് നമ്മുടെ നെയ്യ് കൂടി യൂസ് ചെയ്തു. ബിരിയാണി ഉണ്ടാക്കാനുള്ള ഉരുളി എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഡാൽഡയും നെയ്യും ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ ആദ്യം നമുക്ക് ഈ വറുക്കാനുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ഡെക്കറേഷൻ, നമ്മളിതൊക്കെ ഇതിനകത്ത് ടേസ്റ്റ് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ മുന്തിരിങ്ങ വരണതേ ഉള്ളൂ, അത് വരണം. മുന്തിരിങ്ങ നമുക്ക് പിന്നെ വറുത്തിടാം. ഇപ്പോൾ കശുവണ്ടിപ്പരിപ്പിട്ടു. ഇതൊന്ന് ചുമക്കെ വറുത്ത് മാറ്റി വയ്ക്കുക. കാരണം നമ്മളിപ്പോൾ ചെയ്യണതേ ഒറ്റപ്പോ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറേ പാത്രങ്ങളൊന്നും എടുക്കണമൊന്നുമില്ല. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും, പാചകം വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബിരിയാണി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാത്രങ്ങളെടുത്ത് ബുദ്ധിമുട്ടണ്ട, ഒരുപാട് വെജിറ്റബിൾ അന്വേഷിച്ച് കൂടി നടന്ന് അതിനു വേണ്ടി കഷ്ടപ്പെടണ്ട, അതൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമ്മളിത് ഒരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കും രാവിലെ. നമുക്ക് ചിലപ്പോൾ ദിവസങ്ങളിൽ നമുക്കിങ്ങനെ തോന്നില്ലേ ഒത്തിരി സ്പൈസി ആയിട്ടൊരു ബിരിയാണിയൊക്കെ കഴിക്കണം തോന്നിക്കഴിയുമ്പോൾ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലൊന്നും നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണേ പറ്റി ആലോചിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. അപ്പം നമ്മൾ മാറ്റി വെച്ചു. എന്താണ്, നമ്മളുടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തത് മാറ്റി വെച്ചു. ശേഷം നമ്മൾ ഒരു ഉള്ളി ഇതിനകത്തിട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്ത് കോരി എടുക്കാം. കാരണം ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇടുന്നതാണ്. ഈ അണ്ടിപ്പരിപ്പ് ഇടാതെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് കയ്യിലിരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കണ്ടെന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാതെ ഇത് ഉണ്ടാക്കിയെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വറുത്ത് കോരി എടുക്കുക. നമ്മളുടെ എന്താ പറയുക, ഉള്ളി ബ്രൗൺ ആയിട്ട് വറുത്ത് കോരി നമ്മൾ ആദ്യം കേഷനിട്ട് വറുത്ത് വെച്ച് ആ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് മാറ്റി വയ്ക്കുന്നു. അപ്പം 2 പ്രോസസ്സ് കഴിഞ്ഞ് ആ എണ്ണ ഒഴിച്ചുകൊണ്ട് എന്തെല്ലാം ഗുണം കിട്ടിയെന്ന് നോക്കൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതുകൂടി ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊന്ന് ചെറുതായിട്ട്, ഒരുപാടൊന്നുമല്ല, എന്നാലും ആ പുറം ഭാഗമൊക്കെ ഒന്ന് ഇതായി വരാനായിട്ട് നമ്മൾ ചെയ്തെടുക്കും. അതിനുശേഷം അതും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മുടെ കിസ്മിസ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വരുന്നുണ്ട് കിസ്മിസ് എന്ന്, അത് വന്നു. നടന്നു വരാൻ ഒരു ഇച്ചിരി സമയമെടുത്ത്. കിസ്മിസ് ഇത് ദൂരെയായിരുന്നു കിസ്മിസിൻ്റെ വീട്. ഈ ബിരിയാണിയിൽ ഈ ഇടയ്ക്ക് ഈ കിസ്മിസൊക്കെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരം ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഒരു കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, അതും കൂടി അങ്ങിട്ടാൽ കുറച്ചുകൂടി രുചിയാണ്. അങ്ങനെ നമ്മളെല്ലാം വറുത്തെടുക്കുന്ന കാര്യങ്ങളെല്ലാം വറുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഫൈനലി ചോപ്പ്ഡ് അല്ലേ, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ നമ്മളുടെ ബ്ലേഡ് പോയി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സായി കിട്ടണം. ഇനി ഇതിൻ്റെ കൂടെ ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തക്കാളി നമ്മൾ അതുപോലെ തന്നെ ആ ഇതിനകത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഉള്ളി വഴറ്റി കിട്ടാനുള്ള എളുപ്പ വഴി ശകലം ഉപ്പ് ചേർക്കുക. അതാണല്ലോ, ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന മസാല. എനിക്ക് തോന്നുന്നു നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ബിരിയാണി മസാല. അങ്ങനെ ഇത് അത്ര ടേസ്റ്റ് അല്ലെങ്കിൽ അതറിയാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ബിരിയാണി മസാല വേണമെങ്കിൽ ഈ സമയത്ത് യൂസ് ചെയ്യാം. നമുക്ക് ബിരിയാണി മസാല ഇല്ലേ പോലും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഇത് ചേർത്തു, പൊടികളെല്ലാം ചേർത്തു. പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തീ ശരിക്കും കുറച്ചിടുക. പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ തീ ഓഫ് ചെയ്ത് തന്നെ ഇട്ടേക്കുക, പിന്നെ പ്രശ്നം ഉണ്ടാവുന്നില്ല. പൊടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അപ്പോൾ നമുക്കിതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്തു, ഉള്ളി ചേർത്തു, തക്കാളി ചേർത്തു, എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത്രയും ഉപ്പ് പോരാ എന്തായാലും. പിന്നെ നമ്മൾ പൊടിയുടെ അതിൻ്റെ മണം സിമ്മിലാണ് കേട്ടോ കിടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി നമ്മൾ കുതിർത്തി ഒരു 5-10 മിനിറ്റോളം നമ്മൾ അത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി, ജീരകശാല റൈസ് കുതിർത്തി വെച്ച അരി ഇതിനകത്തേക്ക് ഇടുന്നു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. നെയ്യിലും ഡാൽഡയിലും ഒക്കെ ആ മസാല എല്ലാം പിടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളൊരു 3 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പല അരികൾക്കും പല വേവാണ്, പല വെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് കുക്കറിൽ ഞാൻ പറയുന്നത്. നമ്മളല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള അരിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ അരിക്ക് ഇത്രയും വെള്ളം മതിയെന്ന്. പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത അരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഗ്ലാസ് അരി ഇതിനകത്ത് പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 ഗ്ലാസ് അരിക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണ്ടി വരും? 5 ഗ്ലാസ് വെള്ളമെങ്കിലും വേണ്ടി വരും അല്ലേ? 3 ഗ്ലാസ് അരിക്ക്. അപ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു സീറ്റ് വരണം, നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊന്നും തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ ചേർക്കണമെന്ന് അറിയാമോ? നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ്, ഓൾ സ്പൈസസ്, നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നു. ബേ ലീഫ് ഉണ്ടോ ഇതിനകത്ത്? ചേർന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളതിലിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂട്ടി ഇട്ടു. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ ഗ്യാസിൽ വയ്ക്കുമ്പോൾ ഒരുപാട് ഫുൾ ഫ്ലെയിമൊന്നും വച്ചിട്ട് വയ്ക്കരുത്. കാരണം ഈ അരി വേവാതെ പെട്ടെന്ന് തന്നെ ഇത് അടി കെട്ടിപ്പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലോ ഫ്ലെയിം ഇടണമെന്നല്ല, പക്ഷേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനകത്ത് ഈ ഗ്ലാസ്സിനായിരുന്നു അരി എടുത്തത്. അതുപോലെ തന്നെ ആ ഗ്ലാസ്സിന് തന്നെ വെള്ളവും അളന്നെടുത്ത് ആ പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ 5 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇതിനകത്ത് 3 ഗ്ലാസ് അരിയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളൊരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമ്മൾ ആ എടുത്ത ഗ്ലാസ് തന്നെ പിന്നെ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഗ്ലാസ് വെള്ളം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഉള്ളിയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിക്കാനായിട്ട്, ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഈ ചോറിനുള്ള ആ ഉള്ളിക്കുള്ള ഉപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ചോറിനും കൂടിയുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇപ്പം നമ്മളത് ഇട്ട് കൊടുക്കുന്നു. അതും എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് ഇത് അടച്ചു കൊടുത്ത്, ഞാൻ പറഞ്ഞതുപോലെ ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തീ കൂട്ടിയിട്ട് അരി വേവുമില്ല, വെള്ളം ഇട്ട് തീർന്നും പോകും. അപ്പോൾ സിമ്മിലിടണ്ട, എന്നാലും ഒരു നോർമൽ മീഡിയം ലെവലിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ടേക്കുക. അപ്പോൾ അവിടെ കിടന്ന് പതുക്കെ ചെറുതായിട്ട് വെന്ത് റെഡിയായിട്ട് വരും. അപ്പോൾ അത് ഒരു 3/4 വേവാവണോടം വരെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം.
നമ്മളൊരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റോളം കഴിഞ്ഞ് നമ്മളുടെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി ഇട്ടിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3/4 വേവായിട്ടുണ്ട്. നമ്മളുടെ ചോറ് ഒരു 3/4 വേവായിട്ടുണ്ട്. വെള്ളം കറക്റ്റാണ്. ഈ സമയത്ത് നോക്കുക കേട്ടോ, ഇത്തിരി എടുത്ത് ഉപ്പുണ്ടോ എന്നുള്ള കാര്യം. ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുത്തു വച്ചിരിക്കുന്ന മുന്തിരിങ്ങ, വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ മുട്ട, ഇത് എല്ലാം കൂടെ കൂടി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നു. ഇപ്പം നമ്മൾ ഈ സമയത്ത് കുക്കറിലാണ് നമ്മളിത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു സീട്ടി വയ്ക്കാനാണ് നമ്മളത്. ഈ ഒരു വിസിലാണ് ഇതിൻ്റെ ഒരു വേവ് പാകം കേട്ടോ. അപ്പം നമ്മൾ ഈ മുട്ട കൂടി വെച്ചിട്ടാണ് ആ ഒരു എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ആ ഒരു വിസിലടിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട്, ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളൊരു 3/4 വേവായതിന് ശേഷമാണ് നമ്മളിതിനകത്ത് മുട്ടയും നമ്മൾ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് തൂവി, അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതൊരു ദം ആവുന്ന പോലെ അതിനകത്ത് ഇരുന്ന് ഒന്ന് സെറ്റ് ആവണം. ഓൾറെഡി വേവിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് ദം ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്യാസ് സിമ്മിലായിരിക്കണം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് കൂടി ഇതുപോലെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചൂടായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് അരിയിലൊന്ന് നോക്കുക. കുത്തി ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. അതിനകത്തൊന്ന് നോക്കുക അരി വെന്തിട്ടുണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ഈ ബിരിയാണിയുടെ എസൻസ് അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ഡ്രോപ്പ്, സ്പൂണൊന്നും ഒഴിക്കരുതേ, 2-3 ഡ്രോപ്പ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കുക. നമ്മളെപ്പോഴാണോ കഴിക്കാൻ എടുക്കുന്നത് ആ സമയത്ത് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഞാൻ വിളമ്പുന്ന സമയമാകുമ്പോൾ ഞാൻ നിങ്ങളതിനെ കാണിച്ചു തരാവേ. നമ്മൾ രാവിലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഉച്ചയായി കണ്ടോ, നമ്മളുടെ മുട്ട ബിരിയാണി, നമ്മൾ അതിനകത്ത് വെച്ചിരുന്ന ഉള്ളി, കാഷ്നട്ടും ഒക്കെ കറക്റ്റ്. അധികം വെന്തിട്ടില്ല, എന്നാൽ വേവുകയും ചെയ്തു. അധികം വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറിട്ട് കിടക്കില്ല. അപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് അത് മാറ്റാം. चालू कर